ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു കപ്പ കൊണ്ടുള്ള റെസിപ്പിയാണ്. ഒരു കപ്പക്കറിയാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കപ്പ കൊണ്ടുള്ള വേറെ കുറേ റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കപ്പക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കപ്പയാണ്. കപ്പ ആദ്യം നമുക്ക് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി കപ്പയുടെ തൊലിയെല്ലാം പൊളിച്ച് കളഞ്ഞതിന് ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. കപ്പ ഈ കാണുന്ന പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ഇനി നമുക്കിതൊരു ചെറിയ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിക്കുന്നത്. നിങ്ങൾക്ക് പാനിൽ വെച്ച് കപ്പ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി കപ്പയിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കുക്കർ മൂടി ഒരു 2-3 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ചില കപ്പയ്ക്ക് വേവ് കൂടുതലായിരിക്കും, അപ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കണം. ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടും. നിങ്ങൾ ഉപയോഗിക്കുന്ന കപ്പയുടെ പാകം നോക്കി വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കപ്പ കൂടുതൽ വെന്തുടഞ്ഞു പോകരുത്. ഇപ്പോൾ കപ്പയിൽ കാണുന്ന പോലെ നല്ല പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു കത്തി കൊണ്ട് കുത്തി നോക്കാം. നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, എന്നാൽ കൂടുതൽ വെന്തുടഞ്ഞും പോയിട്ടില്ല. ഇനി കപ്പയിലുള്ള വെള്ളമെല്ലാം കളഞ്ഞ് നമുക്കൊരു അരിപ്പ പാത്രത്തിലൂടെ അരിച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ കപ്പയിലുള്ള വെള്ളമെല്ലാം കളഞ്ഞ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഒരു ഉണക്കമുളക് 2ആയിട്ട് കീറിയത്, ഒരു 4 പച്ചമുളക് നീളത്തിൽ കീറിയത്, ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത്. ഇനി കറിക്കൊരു അരപ്പുണ്ടാക്കണം. അതിനായിട്ട് മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് 2 ഉണക്കമുളകും 1/4 കപ്പ് തേങ്ങ ചെരുവിയതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതലൊന്നും വേണ്ട, 1/4 കപ്പ് ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരക്കുക, പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും അരച്ചെടുത്താൽ മതി. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കപ്പക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടിയിരുമ്പോൾ ഇതിലേക്ക് 2 കറിവേപ്പിലയും 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ കീറിയതും ഒരു ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചും കൂടി ചേർത്ത് മൂപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കപ്പ കൂടുതൽ വെന്തുടയാത്ത ടൈപ്പ് കപ്പയാണ്. ഇതുപോലുള്ള കപ്പയാകുമ്പോഴത്തേക്കും നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കുറച്ച് കപ്പ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് ഇപ്പോൾ കപ്പ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ട് ഈ സമയത്ത് നമുക്ക് പാനൊന്ന് മൂടി വെച്ച് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് മൂടി മാറ്റിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കപ്പയിലുള്ള വെള്ളമെല്ലാം വറ്റി ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് കൂടുതൽ തിക്കാണെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. കപ്പ കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പാകത്തിനനുസരിച്ച് വെള്ളമെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളമെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം കുറവാണെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കാം.
കൂടുതൽ വെള്ളമായി പോകരുത്. നല്ലൊരു കുറുകിയ ഭാഗത്തിൽ വേണം ഇരിക്കാനായിട്ട്. പിന്നീട് കുറച്ച് സമയം കപ്പ ഇരിക്കുമ്പോഴത്തേക്കും കുറുകി വരും. ഇത് ശരിക്കും നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പൊട്ടറ്റോ മസാലയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് പൂരിക്കൊക്കെ. കുറച്ച് വ്യത്യാസമുള്ളത് നമ്മളിതിൽ കുറച്ച് തേങ്ങയൊക്കെ അരച്ച് ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അരപ്പും പാകത്തിലുള്ള വെള്ളമെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാൻ ഒന്ന് മൂടി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 3 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. 2-3 മിനിറ്റിന് ശേഷം നമുക്ക് പാൻ തുറന്ന് നോക്കാം. ഇപ്പോൾ കറി കുറുകി തുടങ്ങിയിട്ടുണ്ട്. കറിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തുറന്ന് വെച്ചൊരു 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കപ്പ മസാല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ വളരെ രുചികരമായി നമ്മുടെ കപ്പക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.